ഇപ്പോൾ കോൺഗ്രസ് നേതാവ് കെ എസ് ശബരിനാഥൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ കെ എസ് ശബരിനാഥൻ, മുഖ്യമന്ത്രി ഉദ്ഘാടനത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വരുന്ന അവസ്ഥ, നേരിട്ട് എതിർപ്പും അതൃപ്തിയും മന്ത്രിമാർ തന്നെ അറിയിക്കുന്ന സാഹചര്യം, അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ചക്കളത്തിൽ പോലെ എങ്ങനെയാണ് അതിനെ കോൺഗ്രസ് കാണുന്നത്? തീർച്ചയായിട്ടും ഇതിന്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അജണ്ടയോടുകൂടി തന്നെയാണ് CPM-ന്റെ ഒരു വിഭാഗം വന്നത്. നിങ്ങൾ ഈ സ്മാർട്ട് സിറ്റി റോഡ് നിങ്ങൾക്കെല്ലാം ഓർമ്മ കാണും. ഒരു 4-5 വർഷമായിട്ട് നിരന്തരം മാതൃഭൂമിയിൽ വാർത്ത വന്നുകൊണ്ടിരുന്നതാണ്. ഇടപ്പഴിഞ്ഞിയിലും CS നഗർ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് ഈ റോഡ് കുഴിച്ചിട്ട് ഒരു വിധമാണ് ഈ റോഡിന്റെ പണി പൂർത്തിയാക്കിയത്. അത് ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പ് പേരിന് ഇതുപോലെയുള്ള ഒരു ഉദ്ഘാടന നാടകം നടന്നിരുന്നു. അതിന് തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ റോഡിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നത്. ആ റോഡിലും ഇപ്പോൾ ഞാൻ ഇന്നലെയും കൂടി ആ റോഡിൽ കൂടെ വന്നതാണ്. നന്നായിട്ട് റോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും പല പ്രശ്നങ്ങളുണ്ട്. ഈ നിങ്ങൾ ഈ പറഞ്ഞ മഴ പെയ്താൽ ഈ ഗ്രേറ്റിംഗ് അടക്കമുള്ള പ്രശ്നമുള്ളത് കൊണ്ട് വെള്ളം കീഴെ പോകുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. ഇന്നലെ തന്നെ ഈ സ്മാർട്ട് സിറ്റി റോഡിൽ പറഞ്ഞിട്ടുള്ള ഈ സൈക്കിളുകൾക്ക് പോകാനുള്ള ഗ്രീൻ, നിങ്ങളിപ്പോൾ ഏരിയൽ ഷോട്ട് കാണിക്കുന്ന ആ ഗ്രീൻ മാർക്കിംഗ് അത് പൂർണ്ണമായിട്ടില്ല. അത്രത്തോളം ചെറിയൊരു ഗ്രീൻ മാർക്കിങ്ങിലൂടെ എത്ര ആളുകൾക്ക് സൈക്കിളിൽ പോകാൻ പറ്റുന്നുള്ള വലിയ ചോദ്യം കൂടിയുണ്ട്. ഞാനിത് നോക്കിയപ്പോൾ ആ ഗ്രീൻ സൈക്കിൾ പോകേണ്ട സൈക്കിൾ പാതയിൽ 4 വശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് ശരിയായിട്ട് ഇത് ഉദ്ഘാടനം ചെയ്ത് പോയതല്ലാതെ അതിന്റെ ബാക്കി കാര്യങ്ങൾ ശരിയാക്കേണ്ടതുണ്ട്. അതൊരു ശ്രദ്ധ വെക്കുന്നതിന് പകരം ഒരു കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം, ഈ പറഞ്ഞത് LSGD ആണ് ഏറ്റവും പഴി കേട്ടത്. എന്നോട് ന്യൂട്രലായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ വിഷയം വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ പഴി കേട്ടത് കോർപ്പറേഷനാണ്, ഏറ്റവും കൂടുതൽ പഴി കേട്ടത് LSGD ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ റോഡ് ചെയ്തത് LSGD ആണെന്നോ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതിൽ ചില ആളുകൾ എട്ടുകാര്യം അമ്മൂഞ്ഞാകുന്നതിൽ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. ഇനി അത് ഈ പണി പൂർത്തിയായിട്ടില്ല. പണി പൂർത്തിയാക്കി ഇതിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവർക്ക് ജനങ്ങൾ അതിനുള്ള മാർക്ക് ഇട്ടോളും. ശബരിനാഥൻ പ്രതികരണം അറിയിച്ചു.